നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആചാരപ്പെരുമയോടെയും ആവേശം തീർത്തും പാർക്കാടി പൂരാഘോഷം. ക്ഷേത്ര മൈതാനിയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനഴകായി 35ഓളം കരിവീരന്മാർ അണിനിരന്നു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ ചരൽ തെറിപ്പിച്ചതിന് 4ാം ക്ലാസ്സുകാരനെ വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനമെന്ന് പരാതി. അവശനിലയിലായ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. അധ്യാപകനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുന്നംകുളം പോലീസ് കേസെടുത്തു. വിവാഹ തിരക്കിലമർന്ന ഗുരുഭവനപുരി. ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത് 248 വിവാഹങ്ങൾ. കഴിഞ്ഞ മാസത്തെ ഭണ്ഡാര വരവിലും റെക്കോർഡ്. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആചാരപ്പെരുമയോടെയും ആവേശം തീർത്തും പാർക്കാടി പൂരാഘോഷം. ക്ഷേത്ര മൈതാനിയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനഴകായി 35ഓളം കരിവീരന്മാർ അണിനിരന്നു. ഞായറാഴ്ച രാവിലെ വിശേഷ പൂജകൾ തുടർന്ന് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം ട്രസ്റ്റിയും മേൽശാന്തിയുമായ തോട്ടപ്പായ ശങ്കരൻ നമ്പൂതിരി, കീഴ്ശാന്തി സജീഷ് എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. പിതൃകോവിൽ പാർത്ഥസാരഥി ഭഗവതിയുടെ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ചൊവ്വലൂർ മോഹനൻ, ചൊവ്വലൂർ സുനിൽ, വെള്ളിത്തിരുത്തി ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചാരിമേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ വിവിധ ദേശങ്ങളുടെ ആനയെഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 35ഓളം ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് 6ഓടെ കാവടി, തെയ്യം തുടങ്ങി നാടൻ കലാരൂപങ്ങളുടെ വരവുകളെത്തി. നടക്കൽപ്പറ, ദീപാരാധന എന്നിവയുടെ പകൽപൂരത്തിന് സമാപനമായി. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പുലർച്ചെ 4:45 പൊങ്ങിലടിയോടുകൂടി പൂരത്തിന് സമാപനമാകും. ചാവക്കാട് മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി ബേബി റോഡ് ഷാഡോസ് ഫെസ്റ്റിനെ കൊടിയേറി. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് കൊടിയേറ്റം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ഗിരിജ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ മുഖ്യാതിഥിയായി. സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷാഡോസ് അംഗങ്ങളായ CH ഷഫീഖ്, KK ഹസൻ, CS അൽത്താഫ്, CH ഷമീർ, AS ഷഹീർ, PS അലി, CS കബീർ, AP മണി, PS നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ബേബി റോഡ് 14ാം വാർഡ് സെന്ററിൽ നിന്ന് കുഞ്ഞാലി നഗറിലേക്ക് ഹുസൈൻ ഉസ്താദ് സംഘത്തിന്റെ മുട്ടും വിളിയും മെഗാ ദഫ് പരിപാടിയും ഉണ്ടായി. ചാവക്കാട് തൊട്ടാപ്പ് സുമ്ര ടീമും സുൽത്താൻ ഇഷാൽ റാബിയ നെന്മാറയും മെഗാ ദഫിൽ അണിനിരന്നു. തുടർന്ന് പായസ വിതരണവും നടന്നു. ജനുവരി 27 ഷാഡോസ് ഫെസ്റ്റ്. കുന്നംകുളത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനമെന്ന് പരാതി. ആർത്താറ്റെ ഹോളി ക്രോസ് വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്ന് കാണിച്ച് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഞാനൊരു ഗെയിം കളിക്കുകയാണ്. ഗെയിമിന് ഔട്ടായിപ്പോൾ ഞാൻ മണ്ണിലുള്ള സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. എൻ്റെ മുമ്പിൽ ഒരു ചേട്ടനായിരുന്നു. ഒരു ചേട്ടൻ ഓടിപ്പോൾ ആ മണ്ണിൽ എൻ്റെ കണ്ണിയായപ്പോൾ എൻ്റെ കാലിൽ സ്ലിപ്പായിട്ട് എൻ്റെ കാലിൽ ആ മണ്ണ് ആ ചേട്ടൻ്റെ മേത്ത് വീണു. ഇതൊക്കെ ഫിബിയും ഫാദർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാദർ വന്നപ്പോൾ ചിവി പിടിച്ചിട്ട് പൊന്തിച്ചിട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് അമ്മേനെ വിളിച്ചു. നിങ്ങൾക്ക് സ്കൂളിൻ്റെ കാര്യം പറയാൻ പറ്റുന്നുള്ളൂ, എന്താ നിൻ്റെ മോൻ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ കൊണ്ടുപോയി. വടി പൊട്ടണമായി അടിച്ചു. എന്നിട്ട് പിച്ചുകയും ചെയ്തു. പയറ്റപ്പോൾ നന്നായി പിച്ചുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സോഡ പൊക്കാൻ പറ്റില്ല. സോഡ പൊക്കുമ്പോൾ എനിക്ക് വാൻ എടുക്കണ്ടായിരുന്നു. എനിക്ക് കാലൊന്ന് വാൻ എടുക്കണ്ടായിരുന്നു. അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് പോയത്. സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ 9 വയസ്സുകാരനാണ് മർദ്ദനമേറ്റത്. ജനുവരി 16 വ്യാഴാഴ്ച ഇന്റർവെൽ സമയത്ത് സഹപാഠികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ ചരൽ തെറിപ്പിച്ചു എന്നാരോപിച്ച് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കുത്തൂർ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ചെവിയിൽ പിടിച്ചു തൂക്കി 100 മീറ്ററോളം കുഞ്ഞിനെ വലിച്ചിഴച്ച് സ്റ്റാഫ് റൂമിൽ എത്തിച്ചതിനുശേഷം വടികൊണ്ട് കുഞ്ഞിനെ ദേഹമാസകലം മർദ്ദിച്ചുവെന്നും കൈകളിൽ നുള്ളി തോലെടുത്ത നിലയിലാണെന്നും പിതാവ് പറഞ്ഞു. വൈഫിനെ വിളിച്ചിട്ട് വൈഫിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൻ്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് പറയാൻ അറിയും, കുട്ടികളെ എങ്ങനെയാണ് നോക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ആക്കുകയും പിന്നെ അടി തുടങ്ങുകയാണ്. അടി തുടങ്ങുമ്പോൾ എൻ്റെ മോൻ കൈ കൂപ്പിയിട്ട് അച്ഛനോട് പറയണത് ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയില്ല, കളിക്കില്ല എന്ന് പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല.
പുറം മൊത്തം അടിച്ചു തീർത്തു. കാലുമ്മി വടി പൊട്ടി കഴിഞ്ഞപ്പോൾ 2 കൈ മോൻ്റെ ഇടത്തെ കൈയിനെ നഖം കൊണ്ട് മാംസം നുള്ളിയെടുക്കുക ചെയ്തത്. അടിച്ച പാടുകൾ പുറത്ത് പൊന്തി കിടക്കുന്നതെന്ന് വെച്ചാൽ നേരെ പുറത്തല്ല അടിച്ചുള്ളത്. അതിൻ്റെ മുകളിലൊരു ഷർട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ബനിയനുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ പാടുകൾ വരണമെങ്കിൽ എത്ര ശക്തമായിട്ട് ഈ 9 വയസ്സുകാരനെ ഈ അച്ചടിച്ചു. മർദ്ദനത്തെ തുടർന്ന് അവശനിലയിലായ കുഞ്ഞിനെ വീട്ടുകാർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. എനിക്ക് സ്കൂളിൽ സഹപാഠികളുടെ മുന്നിൽ വെച്ച് പ്രിൻസിപ്പാളിൻ്റെ നിന്ന് അടി കിട്ടി. ആ മനോദുഃഖത്തിൽ അവൻ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ കുട്ടി പോവും. അപ്പോൾ പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി? വൈദികന് പോയില്ലല്ലോ. പോയതെല്ലാം മാതാപിതാക്കൾ എനിക്കല്ലേ, എനിക്ക് എൻ്റെ കുടുംബത്തിനല്ലേ പോയുള്ളത്. നമ്മൾ വിദ്യാലയത്തിലേക്ക് വിടുന്നത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അവർ തന്നെയാണ് നമ്മുടെ ഭീകരതരായാലോ, അവർ തന്നെ നമ്മുടെ ശത്രുക്കളായി കഴിഞ്ഞാലോ എന്ത് ഉറപ്പുള്ളത്? നമുക്ക് സ്കൂൾ വിട്ടു വരുന്നവരെ മക്കൾക്ക് എന്താ ഉണ്ടാവണേ എന്നുള്ളത് പേടിച്ചുകൊണ്ടിരിക്കണ്ടേ? ആശുപത്രി അധികൃതർ കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. എൻ്റെ വീട് ചെമ്മണൂർ അങ്ങാടിയിലാണ്. ഈ പള്ളിയിലെ അച്ഛൻ്റെ വീടിനോട് അടുത്ത് തന്നെയാണ് എൻ്റെയും വീട്. ഞങ്ങളുടെ വികാരി അച്ഛനും കൂടിയാണ് ഫെബിൻ കുത്തൂരി. ഈ അച്ഛൻ തന്നെയാണ് ഹോളിക്രോസ് ആർക്കാറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലെ വൈസ് പ്രിൻസിപ്പാൾ. ഈ അച്ഛൻ തന്നെയാണ് എൻ്റെ മകനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അക്കിക്കാവിൽ കാപ്പ കേസ് പ്രതിക്ക് നേരെ ആക്രമണം. അക്കിക്കാവ് സ്വദേശി 36 വയസ്സുള്ള റൌഷാദിനാണ് മർദ്ദനമേറ്റത്. അക്കിക്കാവിലെ ഇറച്ചിക്കടയ്ക്ക് സമീപത്ത് വെച്ച് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. കണ്ടാലറിയാവുന്ന 2 പേരാണ് ആക്രമണം നടത്തിയതെന്ന് റൌഷാദ് പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 15-ന് ഷിഹാബ് എന്ന വ്യക്തിയെ റൌഷാദ് വടിവാളുകൊണ്ട് ആക്രമിച്ച് കൈക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് തനിക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് ഇയാൾ പറഞ്ഞു. പരിക്കേറ്റ ഇയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹ തിരക്കിലമർന്ന് ഗുരുഭവനപുരി. 248 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത്. പുലർച്ചെ 5 മുതലാണ് താലികെട്ട് ആരംഭിച്ചത്. തിരക്ക് കണക്കിലെടുത്ത് 5 വിവാഹ മണ്ഡപങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ കൂടുതൽ കോയ്മമാരെയും മംഗളവാദ്യ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി തെക്കേ നടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി വിശ്രമിക്കണം. ഇതിനായി പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. താലികെട്ടിന്റെ ഊഴമെത്തുമ്പോൾ വിവാഹ സംഘത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. തുടർന്ന് വിവാഹ മണ്ഡപത്തിലെത്തി താലികെട്ട് കഴിഞ്ഞ് തെക്കേ നടവഴി മടങ്ങിപ്പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വിവാഹ സംഘത്തിലും ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമാണ് വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് കണക്കിലെടുത്ത് പുലർച്ചെ നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവയ്ക്ക് അനുമതിയില്ല. തിരക്ക് നിയന്ത്രിക്കാനും ഭക്തരുടെ സുരക്ഷയും കണക്കിലെടുത്ത് കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് ഭണ്ഡാര വരവ്. കഴിഞ്ഞ മാസത്തെ ഭണ്ഡാര വരവായി 7,50,22,241 രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം മെയ് മാസം ലഭിച്ച 7.36 കോടി രൂപയുടെ റെക്കോർഡാണ് ഇത്തവണ മറികടന്നത്. ശബരിമല തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ് ഭണ്ഡാര വരവിലും വർധന ഉണ്ടാകാൻ കാരണം. 7.5 കോടിക്ക് പുറമെ 3 കിലോ 906 ഗ്രാം 200 മില്ലിഗ്രാം സ്വർണവും 25 കിലോ 830 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 35ഉം നിരോധിച്ച 1000 രൂപയുടെ 14ഉം 500ന്റെ 33 കറൻസിയും ലഭിച്ചു. PNB ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ ക്ഷേത്രനടയിലെ 3 ഈ ഭണ്ഡാരങ്ങളിൽ നിന്നായി 3,94,412 രൂപയും ലഭിച്ചു. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം നടന്നു. ഭാഷാവൃത്തത്തിലും ശ്ലോകത്തിലും ഒരാൾ തന്നെ ഒരേ കൃതി വിവർത്തനം ചെയ്യുന്നു എന്ന അപൂർവത കൂടിയുണ്ട് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയ്ക്ക്. കുന്നംകുളം CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ ഭാഷാ പണ്ഡിതർ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ അധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. അത് ആ സമയത്താണ്, ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ ഇതുപോലൊരു പുസ്തകം, അത് നാരായണീയം പദാനുപദം അത് വിവർത്തനം ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല.
വളരെ കാലമെടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇത്രയും ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. PRN നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിച്ചു. രാജശേഖരൻ മാഷ് പുസ്തകം ഏറ്റുവാങ്ങി. ആ താളവും ലയവും ധാടിയും ഒക്കെയുള്ള ഈ നാരായണീയത്തിലെ ശ്ലോകങ്ങൾക്കൊക്കെ അത് ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ ഭാഷാതത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ തർജ്ജിമ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയാതെ വയ്യ. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, സംസ്കൃത അധ്യാപകൻ മേജർ PJ സ്റ്റൈജു, കവയിത്രി സിന്ധു ഭൈരവി, CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പുസ്തകരചയിതാവ് അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അങ്ങനെ അടങ്ങിക്കൂടുന്ന എന്നെ പിടിച്ച് വലിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന വ്യക്തികൾ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് TM പോൾ മാസ്റ്ററും TV ജോസ് മാഷും ഇപ്പോൾ TV ജോൺസണുമൊക്കെയാണ് എന്നുള്ള നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ആ സൗഹൃദത്തിൻ്റെ മുൻപിൽ എത്ര പ്രണമിച്ചാലും മതിയാവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. BSNL നിന്ന് ഡിവിഷൻ എഞ്ചിനീയറായി വിരമിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ കലാസാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. കൂനമൂച്ചി അക്ഷരശ്ലോകവേദി, ചെറുവള്ളൂർ അക്ഷരശ്ലോക സമിതി, അരിയന്നൂർ അക്ഷരകലാക്ഷേത്രം തുടങ്ങിയവയിൽ സജീവമാണ്. നൂറുപൂക്കൾ, സഹസ്രദളം, ഭാഷാനാരായണീയം, ഭർതൃഹരി പരിഭാഷ, സാരസ്വതം തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. സൗപർണിക, വൈഷ്ണവം, NK ദേശം സ്മാരക അക്ഷരകേളി, സാഹിത്യരത്നം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ എഴുത്തുകാരന്റെ സർഗശക്തിയുടെ സദ്ബലമാണ് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ. മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിന് പല തർജ്ജമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൂലകൃതിയിലെ ഭാവഭംഗികളൊന്നും ചോർന്നു പോകാതെ ഛന്ദസ്കൃതമായ ശൈലിയിൽ നിന്നുളവാകുന്ന താളനിബന്ധമായ ആശയചാരുതയ്ക്ക് കോട്ടം തട്ടാതെ വിവർത്തനം സാധ്യമാക്കി എന്നതാണ് അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ ഈ കൃതിക്കുള്ള പ്രത്യേകത. കൾച്ചറൽ ഡെസ്ക്, CCTV. ചെറവല്ലൂർ ആമയത്ത് കാർ സൈക്കിളിലിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കല്ലൂർമ പേരോത്തയിൽ 72 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. ഞായറാഴ്ച കാലത്ത് 8:30 അപകടം. കാർ നിയന്ത്രണം വിട്ട് കൃഷ്ണൻകുട്ടിയുടെ സൈക്കിളിലിടിച്ച് വൈദ്യുതി കാലിൽ തട്ടി നിൽക്കുകയായിരുന്നു. വീടാഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞ് കാറിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ പരിക്കേറ്റ കൃഷ്ണൻകുട്ടിയെ ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിനെ കൊടിയേറി ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായിട്ടാണ് ഫ്രാൻസിസ് സേവിയറിന്റെയും കന്യകാ മറിയത്തിന്റെയും 101ാമത് സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:15 നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നവനാൾ കുർബാന, കാഴ്ച സമർപ്പണം, പ്രസുതേന്തി വാഴ്ച, നൊവേന, നേർച്ച വിതരണം എന്നിവയും നടന്നു. ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തുടർന്ന് തിരുനാൾ സ്മരണിക സാംസിന്റെ കവർ പേജ് പ്രകാശനം പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ ഫാദർ ഡെന്നി താണിക്കലിനു നൽകി നിർവഹിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ സംബന്ധിച്ചു. അച്ഛനുള്ള നോട്ടീസ് എന്ന പേരിലുള്ള തിരുനാൾ പ്രമോ വീഡിയോ സാൻ ഫ്രവിഷൻ വഴി പ്രകാശനം ചെയ്തു. തിരുനാളിന്റെ ഭാഗമായി 24-ാം തീയതി വെള്ളിയാഴ്ച കുന്നംകുളം ACP CR സന്തോഷ് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 25 ശനിയാഴ്ച നവനാൾ കുർബാന കർമ്മങ്ങൾ, പ്രസുതേന്തി വാഴ്ച, വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ തുടങ്ങിയവ ഫാദർ ജോസഫ് CMIയുടെ നേതൃത്വത്തിൽ രാവിലെ 7 മണിക്ക് നടക്കും. ശേഷം രാത്രി 11:30 അമ്പവള എഴുന്നള്ളിപ്പ്, സംയുക്ത ബാൻഡ് വാദ്യം എന്നിവയുണ്ടാകും. 26 തിരുനാൾ ദിവസം ആഘോഷമായ പാട്ടുകുർബാന ഫാദർ ജെറിൻ മാളിയേക്കലിന്റെ നേതൃത്വത്തിൽ നടക്കും. തുടർന്ന് തിരുനാൾ സന്ദേശം ഫാദർ ജൂലിയസ് അറക്കൽ CMI നൽകും. തുടർന്ന് 4 മണിക്ക് കുർബാന, ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ കാർമികൻ ഫാദർ ജിസ്മോൻ ചെമ്മണൂരിന്റെ നേതൃത്വത്തിൽ നടക്കും. 7 മണിക്ക് വർണ്ണമഴയും 7:30 സാസ്കിസ് അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ ഷോയും ഉണ്ടാകും. 27-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഇടവകയിലെ പൂർവികർക്കു വേണ്ടിയുള്ള റാസ കുർബാനയ്ക്ക് ഫാദർ ജസ്റ്റിൻ തടത്തിൽ നേതൃത്വം നൽകും. 6:45 സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും 7 മണിക്ക് കൊച്ചിൻ കാർണിവലിന്റെ ഗാനമേളയും ഉണ്ടാകും. ചടങ്ങുകൾ ഗുരുവായൂർ SHO പ്രേമാനന്ദകൃഷ്ണൻ C ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ PV തോമസ്, ജോൺസൺ PL, ജാക്സൺ കുര്യാക്കോസ്, സിജോ MP, ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകും.
വെസ്റ്റ് ബംഗാൾ നാലാങ്കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോസ്റ്റ് മുറിഞ്ഞു. കാറിന്റെ മുൻവശം തകർന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. വീടാഘാതത്തിൽ പോസ്റ്റ് മുറിഞ്ഞു. നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കാനയിലേക്ക് വീണു. കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോർപ്പറേറ്റുകളുടെ പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുത്ത് ഫെഡറൽ തത്വങ്ങളെയും ഭരണഘടനയുമെല്ലാം കാറ്റിൽ പറത്തിയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറും BJPയും മുന്നോട്ട് പോകുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. വടക്കേക്കാട് ഷമീർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മണികണ്ഠേശ്വരത്ത് നിന്ന് പ്രകടനത്തോടുകൂടിയാണ് പൊതുയോഗം ആരംഭിച്ചത്. CPM വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, NK അക്ബർ MLA, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക്, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി വി അനൂപ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KB ഫസലുദ്ദീൻ, AD ദനീബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി ഒരു ഗ്രാമം. നാടിന്റെ കൂട്ടായ്മയൊരുക്കി മുഴുവൻ കുടുംബങ്ങളെയും ആഘോഷത്തിന്റെ ഭാഗമാക്കി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുവാനും സംഘാടകർ ലക്ഷ്യമിടുന്നുണ്ട്. പാലത്തിന്റെ വാർഷികം ആഘോഷിക്കുക കേൾക്കുമ്പോൾ കൗതുകവും അതിശയവും തോന്നുന്നില്ലേ? എന്നാൽ ഒട്ടും അതിശയിക്കേണ്ട. വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒരു നാടിന്റെ പുരോഗമനത്തിന് ഒരു പാലം നിമിത്തമാക്കുക. അതാണ് വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പാലം നിർമ്മിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിലാണ് നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. പ്രവാസിയായ അഷ്റഫ് മുഹമ്മദ് ഉണ്ണിയാണ് ശ്രദ്ധേയമായ ഈ ആശയം മുന്നോട്ടുവെച്ചതും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും. നമ്മുടെ ഗ്രാമീണ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ മെമൻറ്റോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ബുക്ക് ഓഫ് റെക്കോർഡ് എന്തായാലും പറയാം ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ആളുകൾ അത് അറിഞ്ഞിട്ട് ഇതിനൊരു വേൾഡ് റെക്കോർഡ് സാധ്യത ഉണ്ട് എന്നുള്ള ആശയം പറഞ്ഞു. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റും കൂടി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അന്നേ ദിവസം വരുന്ന ഒരുവിധമല്ല 1000-ലധികം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ നമ്മൾ രാവിലെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് 10 മണിക്ക്. ഉച്ചയോടുകൂടി ഈ അവാർഡ് അറ്റംപ്റ്റ് കഴിയുമെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് പൊതുപരിപാടി ഉണ്ടാവും. ആ പൊതുപരിപാടി ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ആഘോഷയാത്രയായിട്ട് അമ്പലത്തിനൊക്കെ പോയി അവിടുന്ന് ഒരു 50 പേരെ 50ാം വാർഷികത്തിന് 50 പേരെ നമ്മൾ ഈ ഗ്രാമത്തിലുള്ള ടാലൻ്റുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവരെ അനുമോദിക്കുന്ന ഒരു പരിപാടിയോട് ഇതിൻ്റെ ഭാഗത്തുണ്ട്. അതിനുശേഷം കലാപരിപാടികളൊക്കെയാണ്. 1971-ൽ മന്ത്രിയായിരുന്ന NK ശേഷനാണ് MLA ആയിരുന്ന ASN നമ്പീശന്റെ അഭ്യർത്ഥന പ്രകാരം പാത്രമംഗലം പാലത്തിന് ഫണ്ട് അനുവദിച്ചത്. പൊതുപ്രവർത്തകനായിരുന്ന TN നാമങ്കലനാണ് പാലത്തിനു വേണ്ടി പരിശ്രമിച്ചത്. നാട്ടുകാരുടെ ശ്രമദാനവും മുതൽക്കൂട്ടായി. 1974 ഡിസംബറിൽ പണി പൂർത്തിയായ പാലം 1975 ജനുവരി 25-ന് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പാലത്തിന്റെ ഒരു ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തുന്നത് അതിലൂടെ അറിയാൻ കഴിഞ്ഞ 1974 TN നാമംഗലം, എൻ്റെ മുത്തച്ഛനാണ്. TN നാമംഗലത്തിൻ്റെയൊക്കെ ഒരു മുൻകൈ അതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ കാലത്ത് മന്ത്രിയായിരുന്ന ശേഷനായിരുന്നു, MLA ആയിട്ട് ASN നമ്പീശനും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഒത്തായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇവിടെ വന്നതെന്നും അന്ന് കാലത്ത് നമ്മുടെ പറമ്പ് കൃഷിയിലും കൃഷിപ്പണിയിലും മറ്റുള്ള വിവിധ മേഖലകളിൽ വളരെ കഴിവ് തെളിയിച്ചിരുന്ന ഒരുപാട് പാത്രമംഗലത്തെ ജനങ്ങൾ ഇതിൻ്റെ പിന്നിലെ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനം ഈ പാല നിർമ്മിതിയുടെ പിന്നിലുണ്ട് എന്നുള്ളത്. അന്ന് ഇതിൻ്റെ ഒരു എൻജിനീയറായിരുന്ന ത്രേസ്യാമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ചീഫ് എഞ്ചിനീയറായിട്ട് വന്നിരുന്നത് ഈ ത്രേസ്യാമ്മയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞിരുന്നത് കുമാരി ത്രേസ്യാമ്മ എന്നുള്ളതാണ്. അങ്ങനെ പാത്രമംഗലം പാലം ഒരുപാട് ചരിത്രം പറയുന്ന ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ ആഘോഷത്തിനോടനുബന്ധിച്ച് നാട്ടിലെ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഒരു വേൾഡ് റെക്കോർഡിന് കൂടി നമുക്ക് അവസരം അതിനുള്ള ശ്രമം കൂടി നടത്താൻ പറ്റുമെന്നുള്ളതും ഈ അഷ്റഫ് മുഹമ്മദ് ഉണ്ണി പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കതിന് അങ്ങനൊരു അവസരമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളതിൻ്റെ പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണമുണ്ട്.
വടക്കാഞ്ചേരി കേച്ചേരി പുഴയ്ക്ക് മീതെ ഗതാഗത സൗകര്യത്തോടുകൂടിയുള്ള പാലം വന്നതോടെ കാർഷിക വ്യാവസായിക പഞ്ചായത്തായ വേലൂരിന് അത് വലിയ മുതൽക്കൂട്ടായി. കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രമുള്ള പാത്രമംഗലവും പച്ചക്കറി നെൽകൃഷികളിൽ പേരുകേട്ട പുലിയന്നൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പാലം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും കേച്ചേരി തൃശൂർ പാതയും ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗമാണ്. നിർമ്മാണത്തിലെ സവിശേഷത കൊണ്ട് 2 മഹാപ്രളയങ്ങളെ അതിജീവിച്ച പാലം പഴയകാല പ്രതാപത്തോടെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള മഹാഘോഷയാത്ര, പ്രഗത്ഭർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, ഗ്രാമത്തിലെ 350 കുടുംബങ്ങളെയും നിർമ്മാണത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിക്കൽ എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഇതോടൊപ്പം സദ്യയും കലാപരിപാടികളും ഉണ്ടാകും. ഈ ആഘോഷം ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും സംഘാടകർ നടത്തുന്നുണ്ട്. പാലത്തിന്റെ 50ാം വാർഷികം പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ചാവക്കാട് നഗരസഭാ പരിധിയിലുള്ള ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദീപ് എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി സൗഹൃദ നഗരസഭ എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. അടിസ്ഥാന വിവരശേഖരണത്തിനാവശ്യമായ ഗൂഗിൾ ഫോം ICDS സൂപ്പർവൈസർ VV ദീപ പരിചയപ്പെടുത്തി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മറ്റന്നാൾ അമ്പഴിക്കാട് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ദേവാലയത്തിലെ തിരുനാളിനെ കൊടിയേറി. ജനുവരി 25, 26, 27 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കൊടിയേറ്റം നിർവഹിച്ചു. മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ ചിറമൽ CMI എന്നിവർ സഹകാർമ്മികരായിരുന്നു. 25-ാം തീയതി വരെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ട്രസ്റ്റുമാരായ ജെയ്സൺ CO, ബെന്നി CB, തിരുനാൾ ജനറൽ കൺവീനർ CT ജോൺസൺ നമ്പഴിക്കാട്, ജോയിന്റ് ജനറൽ കൺവീനർ CJ കൊച്ചുമാത്യു എന്നിവർ നേതൃത്വം നൽകും. 25-ാം തീയതി ശനിയാഴ്ച വിശ്വാസ പരിശീലന ദിനം, തിരുനാൾ നേർച്ച പൊതുസമ്മേളനം, ദീപാലങ്കാരം എന്നിവ ഉണ്ടായിരിക്കും. 26-ാം തീയതി ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാന, പ്രദക്ഷിണം, എഴുന്നള്ളിപ്പ്, വർണ്ണമഴ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയും ഉണ്ടായിരിക്കും. 27-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ഗാനമേളയോടുകൂടി തിരുനാളിന് സമാപനമാകും. പുന്നൂർ എരിഞ്ഞിപ്പടി പാടശേഖരങ്ങളിൽ വിളവെടുപ്പിന് ഏതാനും ദിവസം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ നെല്ലുകൾ ഒടിഞ്ഞു വീണു. ഓക്കയിൽ മുജീബ് കൃഷി ചെയ്തിരുന്ന എരിഞ്ഞിപ്പടി കൽവർട്ടിന് വടക്ക് ഭാഗത്തുള്ള പാടശേഖരങ്ങളിലെ നെല്ലാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത്. 180 ദിവസം മൂപ്പുള്ള പൊന്മണി വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്. 10 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിലാണ് പൊന്മണി വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 ഏക്കർ പാടശേഖരങ്ങളിലെ നെല്ല് ഒടിഞ്ഞു വീണിട്ടുണ്ട്. യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് നടത്തുമ്പോൾ പകുതിയോളം പാടശേഖരങ്ങളിൽ വീണു പോകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, മഴ പെയ്യുകയാണെങ്കിൽ അവിടെ കിടന്ന് പെട്ടെന്ന് മുള വരികയും ചെയ്യും. മറ്റു വിത്തുകളെ അപേക്ഷിച്ച് പൊന്മണി വിത്തിന്റെ വൈക്കോൽ തണ്ടിന് നീളം കൂടുതലാണ്. മുൻകാലങ്ങളിലും പൊന്മണി വിത്ത് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇത്രയധികം ഒടിഞ്ഞു വീഴുന്നത് ആദ്യമായിട്ടാണെന്ന് കർഷകർ പറഞ്ഞു. പഞ്ചായത്തിലെ വികസന പ്രവർത്തികൾക്കൊപ്പം സാംസ്കാരിക കലാമേഖലകളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് കടങ്ങോട് പഞ്ചായത്ത് നടപ്പിലാക്കിയ നൃത്ത പഠന വിദ്യാലയത്തിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 28 കലാകാരികൾ അരങ്ങേറ്റം കുറിച്ചു. കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. എയ്യാൽ ക്ഷേത്ര മൈതാനിയിൽ ചിലങ്കനാദം എന്ന പേരിൽ നടന്ന അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം 28 നർത്തകർക്കും ചിലങ്കകൾ നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. വരുന്ന കലയുടെ മക്കൾക്ക് ഒരു അവസരം നേടിക്കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു ഉദ്യമത്തിനാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്നതിനേക്കാളപ്പുറം സാംസ്കാരികപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് പദ്ധതി വിഹിതം മാറ്റിവെക്കുക, അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ഒരു മാതൃകമായിട്ടുള്ള ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നു.
ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വളരെ ഭംഗിയായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, ഇതേ നമ്മുടെ അയ്യാലി കാർത്യായനി ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ഒരിക്കൽ ചെണ്ടമേളം ത്തിൻ്റെ അരങ്ങേറ്റവും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരാണ് ചെണ്ടമേളം അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അരങ്ങേറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായിരുന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ലോറൻസ്, മെമ്പർമാരായ ടെസി ഫ്രാൻസിസ്, രമ്യ ഷാജി, MK ശശിധരൻ, PA മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് പഞ്ചായത്ത് മെമ്പർമാരായ ബീന രമേശ് സ്വാഗതവും KR സിമി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാവരാഗ താള ലാസ്യങ്ങളോടെ നൃത്ത അധ്യാപിക കലാമണ്ഡലം നീലിമ നിഖിലിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 28 നൃത്ത കലാകാരികളുടെ നൃത്തസന്ധ്യയും അരങ്ങേറി. ഇളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ശതാബ്ദി തിരുനാളിനും ഇടവക സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി. ഇതോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സംഗമം സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് നടന്ന സംഗമം തൃശൂർ അക്കാദമി ഓഫ് ഷരിയ അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഫൈസി ഓണംപള്ളി, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി സദ്ഭവനാനന്ദ, മംഗളപ്പുഴ സെമിനാരിയിലെ വൈസ് വിക്ടർ ഫാദർ വിൻസെന്റ് കുണ്ടുകുളം എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ അധ്യക്ഷനായി. ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സംസാരിച്ചു. ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് അവതരണം, ജൂബിലി ആഘോഷിക്കുന്ന ഇടവകയിൽ നിന്നുള്ള വൈദികനായ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ ആദരിക്കൽ, സമ്മാനദാനം എന്നിവ നടന്നു. ഇടവകാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU സമര പ്രചരണ ജാഥയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ജാഥ ക്യാപ്റ്റനായും, സംസ്ഥാന സെക്രട്ടറി R ഹരിദാസ് വൈസ് ക്യാപ്റ്റനായും, സംസ്ഥാന ട്രഷറർ PA ജോജോ മാനേജരായും നടത്തുന്ന വാഹനജാഥ ജനുവരി 15 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് കേരളത്തിലുടനീളം പ്രചരണം നടത്തുന്നത്. കാസർഗോഡ് വെച്ച് TP രാമകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം നടത്തിയത്. ഫെബ്രുവരി 1 ജീവനക്കാരും കുടുംബാംഗങ്ങളും നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, NDR NPS കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർക്കുക തുടങ്ങിയ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ നടത്തുന്നത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ വെച്ച് നടത്തിയ പരിപാടി CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. KSRTEA ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് നിഖിൽ രാജ് അധ്യക്ഷത വഹിച്ചു. KSRTEA ജില്ലാ വൈസ് പ്രസിഡന്റ് സേതുമാധവൻ യൂണിറ്റ് ഉപഹാരം നൽകി. സംസ്ഥാന സെക്രട്ടറി K സന്തോഷ്, ഓർഗനൈസിംഗ് സെക്രട്ടറി P ശശികല, TA വേലായുധൻ തുടങ്ങിയവർ അഭിവാദ്യ പ്രസംഗം നടത്തി. ജാഥ ക്യാപ്റ്റൻ ഹണി ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. സംഘടന ഗുരുവായൂർ സെക്രട്ടറി KK ഷിജു സ്വാഗതവും വൈസ് പ്രസിഡന്റ് MR ഷാജി നന്ദിയും പറഞ്ഞു. സംസ്ഥാനതല ഏകപാത്ര നാടക മത്സരത്തിൽ 1ാം സ്ഥാനം ഗോപിനാഥ് പാലഞ്ചേരിക്ക്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടത്തിയ സംസ്ഥാനതല സർഗോത്സവത്തിലാണ് ഏകപാത്ര നാടക മത്സരത്തിൽ ഗോപിനാഥിന് 1ാം സ്ഥാനം ലഭിച്ചത്. ഏതാണ്ട് 1 വർഷത്തോളമായി അവതരിപ്പിച്ചു വരുന്ന മരണമൊഴി എന്ന ഏകപാത്ര നാടകമാണ് സമ്മാനാർഹമായത്. ഇതിനോടകം 115 വേദികളിൽ മരണമൊഴി അവതരിപ്പിച്ച് ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം തുടരുകയാണ് ഗോപിനാഥ് പാലഞ്ചേരി. ആളൂർ ഇടവക ദേവാലയത്തിൽ തിരുനാളിന്റെ ഭാഗമായി ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നടന്നു. പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. ചിയാരം ഗലീലി ആശ്രമത്തിലെ ഫാദർ ജിയോ ഫ്രാൻസിസ് CMI പ്രബോധനം നടത്തി. പള്ളി വികാരി ബിജു ജോസഫ് ആലപ്പാട്ട് സഹകാർമ്മികനായി. വൈകിട്ട് 4 തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് കുന്നംകുളം സെന്റ് ജോർജ് ആശ്രമത്തിലെ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 7 പ്രദക്ഷിണ സമാപനവും തിരുശേഷിപ്പിന്റെ ആശീർവാദവും നടന്നു. സെബാസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും യൗസേപ്പ് പിതാവിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 17 മുതൽ 21 വരെയുള്ള തീയതികളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വെള്ളാട്ടഞ്ഞൂർ ഗ്രാമീണ വായനശാലയുടെ പുതുവത്സര സൗഹൃദ സംഗമം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വായനശാലയുടെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായിട്ടാണ് സംഗമം ഒരുക്കിയത്.
വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് AN സോമനാഥൻ അധ്യക്ഷനായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലേറിയ ഗവേഷണത്തിൽ സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നിതീഷ് A, MA സംസ്കൃതം 1ാം റാങ്ക് നേടിയ AK കൃഷ്ണേന്ദു, CBSE കലോത്സവത്തിൽ ഹിന്ദി പദ്യോച്ചരണത്തിൽ 1ാം സ്ഥാനം നേടിയ സ്മൃതി കൃഷ്ണ, സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ സോഫ്റ്റ് ബോൾ സീനിയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡലും ബേസ്ബോളിൽ വെങ്കലവും നേടിയ അവന്തിക തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിജയിയായവർക്കുള്ള സമ്മാനദാനം വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സപ്ന റഷീദ്, ലളിത ഗോപി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പഞ്ചായത്ത് അംഗം PN അനിൽ, പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ PR മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി K മഞ്ജുനാഥ് സ്വാഗതവും KV പ്രദീപ് നന്ദിയും പറഞ്ഞു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നു ലഭിച്ച ഫർണിച്ചറുകൾ ചടങ്ങിൽ ഗ്രന്ഥശാല ഭാരവാഹികൾ ഏറ്റുവാങ്ങി. MLA ഫണ്ട്, വാർഷിക ഗ്രാന്റ് എന്നിവയ്ക്ക് വാങ്ങിയ പുസ്തകങ്ങളുടെയും വായനശാലയിലേക്ക് സംഭാവന ലഭിച്ച പുസ്തകങ്ങളുടെയും പ്രദർശനം നടന്നു. അഞ്ഞൂർ പിള്ളക്കാട് റോഡിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ കോട്ടപ്പടി പിള്ളക്കാട് സ്വദേശി പൂങ്ങാട്ട് വീട്ടിൽ 55 വയസ്സുള്ള അഷ്റഫ്, തൊഴിയൂർ സ്വദേശി പാവുക്കര വീട്ടിൽ 52 വയസ്സുള്ള അബൂബക്കർ എന്നിവർക്കാണ് പരിക്ക്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുബായ് മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ കോൺക്ലേവ് 2024 ബെസ്റ്റ് ബിസിനസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച KA അബ്ദുൾ റഹ്മാന് വടക്കാഞ്ചേരിയിൽ പൗരസ്വീകരണം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ഫാദർ വർഗീസ് തരകൻ, അജിത് കുമാർ മല്ലയ്യ, PJ രാജു, വൈശാഖ് നാരായണസ്വാമി, NR സതീശൻ, PG ജയദീപ്, PJ ജോർജ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ അന്തോണീസിന്റെയും യോസെഫിന്റെയും സെബാസ്തീനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. ജനുവരി 25, 26, 27 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. ശനിയാഴ്ച രാവിലെ ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന എന്നിവയെ തുടർന്ന് ഇടവക വികാരി ഫാദർ ഡേവിസ് ചിറമൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. 24-ാം തീയതി വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പങ്ങാരപ്പള്ളി വികാരി ഫാദർ സിജോ ചെറുവത്തൂർ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 25-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഡേവിസ് ചിറമൽ കൂടുതുറക്കൽ ശുശ്രൂഷയും വീടുകളിലേക്ക് അമ്പ് ആശീർവാദിച്ച് നൽകുകയും ചെയ്യും. ശേഷം രാത്രി 10 മണിയോടുകൂടി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പള്ളിയിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച പായസത്തിന്റെ വെഞ്ചിരിപ്പ് വിതരണവും വികാരി ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിക്കും. 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തയ്യൂർ ഇടവക വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4:30 ഗ്രാമം ചുറ്റി തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ഫാദർ ബിജു പനംകുളം മുഖ്യ കാർമ്മികനാകും. തുടർന്ന് 7 മണിക്ക് പള്ളിയങ്കണത്തിൽ തൃശൂർ മിറാക്കിൾസിന്റെ ഗാനമേളയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ കൈക്കാരന്മാരായ പോൾ CP, വർഗീസ് KK, റെന്നി CV തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നംകുളം നഗരസഭ പട്ടികജാതി വികസന ഓഫീസിന്റെ ആഭിമുഖ്യത്തിലുള്ള സാമൂഹ്യ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാമത്സരങ്ങളും ശാസ്ത്രാവബോധ ക്ലാസുകളും നടത്തി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രരചന, പോസ്റ്റർ മത്സരങ്ങൾ, നാടൻപാട്ട് മത്സരം, മറ്റ് കലാമത്സരങ്ങൾ എന്നിവയുണ്ടായി. സാമൂഹ്യ പഠന കേന്ദ്രത്തിലെ അധ്യാപകരായ ജോസ് മനോഹരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശാസ്ത്ര ക്ലാസുകളും പൊതു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ റാണിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പരിരക്ഷാ ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. ചടങ്ങിൽ സമ്മാന വിതരണം നടന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ VK സുനിൽകുമാർ, സെക്കീന മിൽസ, പട്ടികജാതി വികസന ഓഫീസർ MN ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. തലക്കോടുകര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവ്യറിന്റെയും സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം വർണ്ണാഭമായി. ചാവക്കാട് നഗരസഭയുടെ 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തിറക്കി. NK അക്ബർ MLA വീഡിയോ പ്രകാശനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ KK മുബാറക്ക് സംസാരിച്ചു. നഗരസഭയിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വിവിധ ജനപ്രതിനിധികളും പങ്കെടുത്തു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ ഭക്തി നിർഭരമായി. ശനിയാഴ്ച രാവിലെ 6:15 ഫാദർ ജിനിൽ കുത്തൂർ CMAയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന, പ്രസുതേന്തി വാഴ്ച, തുടർന്ന് രൂപക്കൂട്, എഴുന്നള്ളിച്ച് വെക്കൽ എന്നിവ ഉണ്ടായി. രാത്രി അമ്പ് സമാപനത്തിന് ശേഷം മെഗാ ബാൻഡ് മേളവും നടന്നു. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന ഫാദർ സെയ്സൻ പുറത്തൂർ CMAയുടെ നേതൃത്വത്തിൽ നടന്നു. ഫാദർ ലിജോ ജോസഫ്
MSJ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് കൈക്കാരന്മാരുടെയും ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമർപ്പണം നടന്നു. 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടത്തി. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയും ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് എന്നിവ ഉണ്ടാകും. പിന്നീട് 7 മണിക്ക് ഗാനമേളയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഗതിയൂർ DVM LP സ്കൂളിൽ നടന്ന ക്യാമ്പ് സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വിൻസെന്റ് അക്കര ഉദ്ഘാടനം ചെയ്തു. ദേശീയ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ റിഷിൻ സുമൻ സേവാ സന്ദേശം നൽകി. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. ഹേമാസ് ക്ലിനിക് ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് മാനേജർ അശ്വിൻ ഗോപിനാഥ് ക്യാമ്പ് പദ്ധതി വിശദീകരിച്ചു. ഡോക്ടർമാരായ പ്രകാശ് കെ ജോർജ്, സുശീല കൃഷ്ണൻകുട്ടി, ശ്രേയ S, അശ്വതി വിശ്വനാഥൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. പഞ്ചായത്ത് അംഗം നിമിഷ വിഗീഷ്, പോർക്കുളം സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ MA സുധേഷ്, രക്ഷാധികാരി KK വേണു, ജോയിന്റ് സെക്രട്ടറി സരസ്വതി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പന്നിത്തടം അക്ഷയ സെന്ററിന്റെ സഹകരണത്തോടെ 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. പ്രധാനമന്ത്രി സുരക്ഷ ഭീമാ യോജന, ജീവൻ ഭീമാ യോജന എന്നീ ഇൻഷുറൻസ് രജിസ്ട്രേഷനുള്ള ഹെൽപ്പ് ഡെസ്കുകളും ഒരുക്കിയിരുന്നു. ലാബ്, ഫാർമസി സേവനങ്ങളും ഒരുക്കിയിരുന്നു. 250-ലധികം പേർക്ക് ക്യാമ്പിൽ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കി. പുതിയ കാല വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാൻ പുതിയ ചിന്താ പ്രവർത്തന രീതികൾ അനിവാര്യമാണെന്ന് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഗമം അൻസ്റ്റാൾജിയ 2025 അഭിപ്രായപ്പെട്ടു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാനും അൻസാർ സ്ഥാപനങ്ങളുടെ CEOയുമായ KV മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ ഡോക്ടർ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, അൻസാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി എന്നിവർ സംസാരിച്ചു. അൻസ്റ്റാൾജിയ പ്രസിഡന്റ് KP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വിട പറഞ്ഞ സഹപ്രവർത്തകരെ അനുസ്മരിച്ച് ആരംഭിച്ച ഉദ്ഘാടന സെഷനിൽ മുൻ വൈസ് പ്രിൻസിപ്പൽ സാഹിർ അഹമ്മദ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം സജീവ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ക്രിയേറ്റീവ് ലേണിംഗിലൂടെ ഗണിതശാസ്ത്ര പഠന രംഗത്ത് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയുടെ വേറിട്ട മാതൃക. LP ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഗണിതശാസ്ത്ര പഠനം രസകരവും ആകർഷവുമായ അനുഭവമാക്കി മാറ്റുന്ന നൂതനമായ വർക്കിംഗ് മോഡൽ പ്രവർത്തന മാതൃകയാണ് 7ാം ക്ലാസ്സുകാരനായ ഷെഹരിയാർ സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ ഗണിതശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ഷെഹരിയാർ നിർമ്മിച്ച ഗണിതശാസ്ത്ര വർക്കിംഗ് മോഡൽ LP ജൂനിയർ പ്രിൻസിപ്പൽ MM ഷബിദയ്ക്ക് കൈമാറി. വളരെ എളുപ്പമായ മാർഗത്തിൽ കണക്ക് പഠിക്കുന്നതിനായി ഷെഹരിയാർ തന്നെ നിർമ്മിച്ചെടുത്ത വർക്കിംഗ് മോഡൽ തന്റെ പഠനകാലാവധി അവസാനിക്കുന്നതോടെ 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സൗജന്യമായി നൽകിയ ഷെഹരിയാറിന്റെ മാതൃക സഹകരണത്തിന്റെയും സർഗാത്മകതയുടെയും അഭിമാന നിമിഷമായിരുന്നുവെന്നും പ്രിൻസിപ്പൽ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ എന്നിവർ വ്യക്തമാക്കി. മിഡിൽ വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽ ഫരീദ E മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ക്രിയേറ്റീവ് ലേണിംഗിലൂടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ക്ലാസ് അധ്യാപിക M ലിൻസി വ്യക്തമാക്കി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ തിരുനാളിന്റെ ഭാഗമായുള്ള കൂടുതുറക്കൽ ഭക്തിസാന്ദ്രമായി. ദേവാലയത്തിലെ വിശുദ്ധരായ സെബസ്ത്യാനോസിന്റെയും റപ്പായിൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയെ തുടർന്ന് കൂടുതുറക്കൽ, ലതീഞ്ഞ, നൊവേന എന്നിവ ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയും 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്കും ഫാദർ ആന്റണി ആലൂക്ക മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിയോ പുത്തൂർ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണമുണ്ടാകും. രാത്രി 7 മണിക്ക് കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങേറും. തിരുനാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, കൈക്കാരന്മാരായ ചെറുവത്തൂർ ടാബു, മുരിങ്ങത്തേരി ഡില്ലൻ, താണിക്കൽ റപ്പായി, ജനറൽ കൺവീനർ മണ്ടുമ്പൽ ഷാജി, ജോയിന്റ് കൺവീനർ പാറക്കൽ ഷിജു എന്നിവർ നേതൃത്വം നൽകും. വിപണി 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യ നാടൻ വിഭവങ്ങളുടെ രുചിക്കൂട്ടുമായി ടേസ്റ്റ് മന്ത്ര റെസ്റ്റോറന്റ് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റോഡിൽ തൈക്കാട് പെട്രോൾ പമ്പിനു സമീപം ആരംഭിച്ച സ്ഥാപനം ഷെഫ് സുരേഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KP A റഷീദ്, സുബിത സുധീർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് GK പ്രകാശൻ, ഗുരുവായൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് R ജയകുമാർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നാവിൽ കൊതിയൂർന്ന സൗത്ത് ഇന്ത്യൻ പരമ്പരാഗത നാടൻ വിഭവങ്ങളുടെ കലവറയുമായാണ് ടേസ്റ്റ് മന്ത്ര പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സീ ഫുഡുകളുടെ നീണ്ട മെനു തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മീൻ കലക്കാച്ചി, നെയ്മീൻ തവ ഫ്രൈ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ ടേസ്റ്റ് മന്ത്രയുടെ മാസ്റ്റർ പീസായ മന്ത്ര മീൻ കറി, ചൂണ്ടക്കാരൻ കൊഞ്ച്, എല്ലാത്തരം കടൽ മത്സ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സീ ഫുഡ് ബക്കറ്റ് എന്നിവയുമുണ്ട്.
കൂടാതെ ബാംബു ബിരിയാണി, ചട്ടി ബിരിയാണി, മട്ക ബിരിയാണി തുടങ്ങി നിരവധി തരം ബിരിയാണികളും സ്വർഗീയ കോഴി, എരിപൊരി കോഴി, പിടിയും കോഴിയും തുടങ്ങി ചിക്കൻ വിഭവങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ മട്ടൺ, ബീഫ് വിഭവങ്ങളുമുണ്ട്. മാംസ വിഭവങ്ങൾക്ക് പുറമെ കപ്പ, മധുരക്കിഴങ്ങ്, ചേമ്പു തുടങ്ങി വെജിറ്റേറിയൻ വിഭവങ്ങളും 7 തരം പുട്ടുകളും 9 തരം ദോശകളും ടേസ്റ്റ് മന്ത്രിയുടെ രുചിക്കൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഗൃഹാതുരമായ അന്തരീക്ഷത്തിൽ കുടുംബസമേതം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. വിദഗ്ധരായ പാചകത്തൊഴിലാളികളും ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന വെയിറ്റർമാരും ടേസ്റ്റ് മന്ത്രിയുടെ പ്രത്യേകതയാണ്. 100% വൃത്തിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്നതായി സ്ഥാപന ഉടമ ഷെഫ് MR ദിലീപ് കുമാർ പറഞ്ഞു. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി ലഭ്യമാണ്. കൂടാതെ വിവാഹം, ബർത്ത്ഡേ തുടങ്ങി ആഘോഷവേളകളിൽ കേറ്ററിംഗ് ഇവന്റ്സുമുണ്ട്. ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരമുള്ള ISO സർട്ടിഫിക്കറ്റോടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും ഹോം ഡെലിവറിക്കുമായി 8606191234 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചിറമനങ്ങാട് കുറിഞ്ചൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടന്നു. ക്ഷേത്ര മേൽശാന്തി രാമസ്വാമി അയ്യർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പൂജയിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ സുരേഷ്, രാധാകൃഷ്ണൻ, KK കുട്ടൻ, മനോജ്, മാതൃസമിതി അംഗങ്ങളായ ശ്യാമള, ഷീജ, തങ്കമ്മ, ഗിരിജ, നിർമ്മല, രജിത, മീനി തുടങ്ങിയവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. ഗ്രൗണ്ടിൽ അണിനിരന്നുള്ള കായിക പരിശീലനമാണ് ഇന്ന് നവമാധ്യമ കാഴ്ചയിൽ. എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ മനുഷ്യരല്ല എന്ന് മാത്രം. AI നിർമ്മിത കൗതുക കാഴ്ച അയച്ചു നൽകിയിരിക്കുന്നത് ചൂണ്ടലിൽ നിന്ന് പുലയംപാട്ട് വിശ്വനാഥൻ. ചരമം റിട്ടയർഡ് സെൻട്രൽ എക്സൈസ് DYSP കാട്ടാകമ്പാൽ പണിക്കത്ത് മന മാധവൻ നമ്പൂതിരിയുടെ മകൻ വിജയൻ നമ്പൂതിരി നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കാട്ടാകമ്പാൽ ജനകീയ വായനശാലയുടെ പ്രസിഡന്റ് ആയിരുന്നു പരേതൻ. അമ്മുക്കുട്ടി അന്തർജനം മാതാവാണ്. ശോഭന അന്തർജനം ഭാര്യയും. പ്രിയത, വരദ എന്നിവർ മക്കളുമാണ്. അക്കിക്കാവ് ചിൽഡ്രൻസ് നഗറിൽ പരേതനായ ജോർജ് ഭാര്യ തങ്കം നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചാലിശ്ശേരി മാർത്തോമ ഇമ്മാനുവൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. ബേബി, സണ്ണി, തമ്പി, പരേതരായ ജോൺസൺ, സൂസി എന്നിവർ മക്കളാണ്. എരനെല്ലൂർ പാങ്ങിൽ ഗോവിന്ദൻ മകൻ ഗംഗാധരൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ചൂണ്ടൽ ക്രിമിറ്റോറിയത്തിൽ നടക്കും. സതി ഭാര്യയും. ലിഷ, ലിജു എന്നിവർ മക്കളുമാണ്. CPM കുന്നംകുളം തെക്കേപ്പുറം ബ്രാഞ്ച് മുൻ സെക്രട്ടറി ആയിരുന്ന വെള്ളറ പൂക്കുട്ടൻ മകൻ അനിരുദ്ധൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8:30 നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. കുന്നംകുളം നഗരസഭ CDS ചെയർപേഴ്സൺ ശശികലയാണ് ഭാര്യ. അഞ്ജുഷ്, ആശിഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ആചാരപ്പെരുമയോടെയും ആവേശം തീർത്തും പാർക്കാടി പൂരാഘോഷം. ക്ഷേത്ര മൈതാനിയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനഴകായി 35ഓളം കരിവീരന്മാർ അണിനിരന്നു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ ചരൽ തെറിപ്പിച്ചതിന് 4ാം ക്ലാസ്സുകാരനെ വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനമെന്ന് പരാതി. അവശനിലയിലായ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. അധ്യാപകനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുന്നംകുളം പോലീസ് കേസെടുത്തു. വിവാഹ തിരക്കിലമർന്ന ഗുരുഭവനപുരി. ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത് 248 വിവാഹങ്ങൾ. കഴിഞ്ഞ മാസത്തെ ഭണ്ഡാര വരവിലും റെക്കോർഡ്. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രകാശനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.